എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭാരത് രത്നയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ബേസിക് ഫാക്ട്സ്, അതുപോലെ തന്നെ ആരൊക്കെയാണ് അതിൻ്റെ ജേതാക്കളെന്നും അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്നും, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ നോക്കും. ഇത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് 1954, അതായത് ആദ്യം കൊടുത്ത മുതൽ ഏറ്റവും അവസാനം ഇപ്പോൾ ലേറ്റസ്റ്റ് വരെ കൊടുത്ത 2024 വരെയുള്ള ആർക്കൊക്കെ നേടിയിട്ടുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഇതും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. അതായത് ഈ ഭാരത് രത്ന എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് സമ്മാനം, എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണെന്ന് നോക്കാം. ഓക്കെ, രണ്ട് തരത്തിലുള്ള അവാർഡുണ്ട്. ഒന്ന് സിവിലിയൻ അവാർഡുണ്ട്, അതുപോലെ തന്നെ മറ്റേ ഗാലൻട്രി അവാർഡുണ്ട്. സോ അതിലത്തെ സിവിലിയൻ അവാർഡ്, ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്, അതായത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡ്, ഹയസ്റ്റ് അവാർഡാണ് ഭാരത് രത്ന. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ പത്മവിഭൂഷൺ ഉണ്ട്, പത്മഭൂഷൺ ഉണ്ട്, അതുപോലെ തന്നെ പത്മശ്രീ ഉണ്ട്. സോ നമ്മൾ അതൊക്കെ പിന്നീട് കവർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതിൽ, അതായത് ഈ ജനങ്ങൾക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ അവാർഡാണ് ഈ സിവിലിയൻ അവാർഡാണ് ഈ ഭാരത് രത്ന. സോ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരത് രത്ന. ഇതിനെ വേറെ പേരിലും കൂടി വിളിക്കുന്നു, ദ ജവൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ജെം ഓഫ് ഇന്ത്യ എന്നും കൂടി ഈ ഭാരത് രത്നനെ വിളിക്കുന്നുണ്ട്. ഇതെന്നാ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ അവാർഡ് എന്നാ രൂപീകരിച്ചെന്ന് ചോദിച്ചാൽ 1954 ജനുവരി 2-നാണെന്ന് നോക്കാം. ഓക്കെ, സോ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. അതേപോലെ തന്നെ ഇതിനെ വേറെ പേരിൽ വിളിക്കും, ജവൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ജെം ഓഫ് ഇന്ത്യ എന്നും കൂടി ഒരു നിക്നെയിം അതിനുണ്ട്. ജനുവരി 2, 1954 ഇത് രൂപീകരിച്ചത്. ഇത് രൂപീകരിച്ചപ്പോൾ ആരാന്ന് ചോദിച്ചാൽ അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു എന്ന് നോക്കാം. അതേപോലെ തന്നെ ഇത് എന്തിനു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇൻ റെക്കഗ്നേഷൻ ഓഫ് എക്സെപ്ഷണൽ സർവീസസ് ഓർ ദ പെർഫോമൻസ് ഓഫ് ഹയസ്റ്റ് ഓർഡർ എന്നുള്ള ഇതിലാണ് ഇത് കൊടുത്തിരുന്നത്. അതായത് ഏറ്റവും മികച്ച പെർഫോമൻസ് എന്നുള്ള ഉദ്ദേശത്തിൽ അവരുടെ എക്സെപ്ഷണൽ, അപ്പോൾ അവരുടെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത തരത്തിൽ അവരുടെ സേവനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതായിരുന്നു ഈ ഭാരത് രത്ന. ഓക്കെ, പെർഫോമൻസ് ഓഫ് ഹയസ്റ്റ് ഓർഡർ. ഇത് ആദ്യം കൊടുത്തിരുന്ന മേഖല എന്ന് പറയുന്നത് ലിറ്ററേച്ചർ, ആർട്ട്, സയൻസ്, അതുപോലെ തന്നെ പബ്ലിക് സർവീസ്. ഓക്കെ, ലിറ്ററേച്ചർ, ആർട്ട്, സയൻസ് ആൻഡ് പബ്ലിക് സർവീസ്, ഈ മേഖലയ്ക്കായിരുന്നു അന്ന് ആദ്യം 1954 രൂപീകരിച്ചപ്പോൾ കൊടുത്തത്. പക്ഷെങ്കിൽ പിന്നീട് ഡിസംബർ 2011 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ലിറ്ററേച്ചർ, ആർട്ട്, സയൻസ് ആൻഡ് പബ്ലിക് സർവീസ് കൂടാതെ എനി ഫീൽഡ്, അതായത് ഏത് മേഖലയ്ക്കായാലും കൊടുക്കാം എന്നുള്ള ഒരു ഇതും കൂടി 2011 ഡിസംബറിൽ കൊണ്ടുവന്നു. പിന്നെ ഈ അവാർഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ നോമിനേഷൻ, അതായത് കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റിന് കൊടുക്കും, ആർക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഇതിൽ വേറെ പ്രത്യേകിച്ച് കണ്ടീഷനോ കാര്യങ്ങളൊന്നുമില്ല. പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യും, ഇന്ന ആൾക്ക്, അതനുസരിച്ചിട്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ റെസിപ്പിയൻസ്, അതായത് ഈ കിട്ടുന്ന ജേതാക്കൾക്ക് കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു പീപ്പിൾ അവാർഡാണ്. ഓക്കെ, ഒരു പീപ്പിൾ ഷേപ്പിൽ ഒരു മെഡൽ കൊടുക്കും. അതേപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് സൈൻഡ്, അതായത് സർട്ടിഫിക്കറ്റിന് അതിൽ വേറെ പേരിൽ വിളിക്കുന്നത് സനഡ്. അപ്പോൾ ഒരു സനഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, അത് പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. പ്ലസ് ഒരു പീപ്പിൾ ലീഫിൻ്റെ ഷേപ്പിലുള്ള ഒരു മെഡൽ കിട്ടും. അതോടൊപ്പം വേറെ ഒന്നും, അതായത് സാധാരണ മറ്റുള്ള എല്ലാ മെഡലുകളെ പോലെ, അവാർഡുകളെ പോലെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ ഒരു മെഡൽ ഇപ്പം കിട്ടും. അതോടൊപ്പം ക്യാഷ് അവാർഡ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഭാരത് രത്നയ്ക്ക് അങ്ങനെ ഒരു ഇതില്ല. ഒരു സർട്ടിഫിക്കറ്റ്, പ്രസിഡന്റ് ഒപ്പിച്ച ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതേപോലെ തന്നെ ഒരു പീപ്പിൾ ലീഫ് കിട്ടും, പീപ്പിൾ ലീഫ് ഷേപ്പിലുള്ള ഒരു മെഡൽ കിട്ടും. പിന്നെ മോണിറ്ററി ആയിട്ട്, പൈസ ആയിട്ട് ഒരു തരത്തിലുള്ള അവാർഡും, അത് ക്യാഷ് അവാർഡ് ഒന്നും തന്നെ അവർക്ക് കിട്ടില്ല. സോ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു മെഡലും മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ, ജേതാക്കൾക്ക്.
പിന്നെ ഈ ഭാരത് രത്ന അവാർഡ് നേടുന്ന ആൾക്കാർക്ക് ഈ ഇന്ത്യൻ ഓർഡർ ഓഫ് പ്രസിഡൻസ് പ്രകാരം 7ാമത്തെ റാങ്കാണ് ഇവർക്ക് ഉള്ളതെന്നും കൂടി നോക്കാം. ഓക്കെ, 7th ഓർഡർ ആണെന്ന് നോക്കുക. ഈ ഇന്ത്യൻ ഓർഡർ ഓഫ് പ്രസിഡൻസ് എന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയും. ഓക്കെ, സോ അത് പ്രകാരം ഈ ഭാരത് രത്ന നേടുന്ന ആൾക്കാർക്കുള്ള റാങ്ക് എന്ന് പറഞ്ഞാൽ 7th ആണെന്ന് നോക്കാം. പിന്നെ ഇത് ആദ്യം കൊണ്ടുവന്നപ്പോൾ ഇത് അതായത് ജീവനുള്ള, അതായത് മരിക്കാത്ത വ്യക്തികൾക്ക് അന്ന് കൊടുത്തിരുന്നില്ല. പക്ഷേ ഇത് അങ്ങനെ ഒരു ടേമും കൂടി ഇതിൽ കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി 1966 നോക്കാം. സോ 1966 മരിച്ച ആൾക്കും കൂടി ഭാരത് രത്ന കൊടുക്കാമെന്നുള്ള ഒരു ഇത് കൊണ്ടുവന്നത് 1966 ജനുവരി. ഇത് മാക്സിമം ഇതിലൊരു ചില റൂൾ ഉണ്ട്. അതായത് ഒരു കൊല്ലത്ത് മാക്സിമം 3 പേർക്കേ കൊടുക്കാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. ഓക്കെ, എന്നാൽ അത് 2 തവണ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് 1999-ലും ഈ 2024-ലും അതിലൊരു മാറ്റം വന്നു. കാരണം 2099-ല് 4 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 പേർക്കേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് 1944 4 പേർക്കും 2025-24 ആയപ്പോഴത്തേക്കും അത് 5 പേർക്കും ആ റൂള് വയലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആർട്ടിക്കിൾ, അതായത് 18(1) നമ്മുടെ ഭരണഘടന പറയുകയാണെങ്കിൽ അതിൽ ആർട്ടിക്കിൾ 18(1) പറയുന്നുണ്ട് ഈ അവാർഡ് നേടുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ പേരിനൊപ്പം പ്രിഫിക്സോ സഫിക്സോ ആയിട്ട് അവരുടെ പേരിനൊപ്പം ഈ ഭാരത് രത്ന കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, 18(1) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ അവാർഡ് കനോട്ട് ബി യൂസ്ഡ് ആസ് എ പ്രിഫിക്സ് ഓർ സഫിക്സ് ടു ദ റെസിപ്പിയൻസ് നെയിം. അവർക്ക് ഒരു തരത്തിലും അവരുടെ പേരിൻ്റെ മുന്നിലോ പിന്നിലോ ഭാരത് രത്ന എന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ should an award winner consider it necessary, he or she may use the following expression in the biodata. കണ്ട, ബയോഡാറ്റ അല്ലെങ്കിൽ ലെറ്റർ ഹെഡ് ഓർ ദ വിസിറ്റിംഗ് കാർഡ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് he or she is a recipient of the award. എങ്ങനെ? ഈ പേര് പ്രകാരം. സോ 18(1) പ്രകാരം അവർക്ക് പേരിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ശേഷമോ ഈ ഭാരത് രത്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം പ്രിഫിക്സ് ആയിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ബയോഡാറ്റയിലോ അല്ലെങ്കിൽ നമ്മുടെ ലെറ്റർ ഹെഡിലോ വിസിറ്റിംഗ് കാർഡിലോ ഇത് ചേർക്കാം. എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡ് ഭാരത് രത്ന ബൈ ദ ഭാരത് രത്ന ബൈ ദ പ്രസിഡന്റ് എന്നോ അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് ഓഫ് ദ ഭാരത് രത്ന അവാർഡ് എന്നോ പറഞ്ഞ് മാത്രമേ അവർക്ക് ചേർക്കാൻ പറ്റുള്ളൂ എന്നും കൂടി നോക്കണം. ഓക്കെ, ആർട്ടിക്കിൾ 18 നമ്മൾ പറയുന്നുണ്ട്, അതായത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഒരാൾക്കും വിദേശത്തുനിന്നോ അല്ലെങ്കിൽ എവിടുന്നോ ഒരു അനുമതി ഇല്ലാണ്ട് ടൈറ്റിൽസ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എല്ലാവരും തുല്യതയായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ ഒരാളെയും അങ്ങോട്ട് വേർതിരിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതും കൂടി എന്നുള്ള ഒരു ഇതും കൂടി കണ്ടുകൊണ്ടാണ് ഈ ഒരു ടേമും കൂടി ഇവർ കൊണ്ടുവന്നത്. സോ ഇവർക്ക് അങ്ങനെ ഒരു ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഏത് വിസിറ്റിംഗ് കാർഡിലോ ലെറ്റർ ഹെഡിലോ ബയോഡാറ്റയിലോ ഇത് അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ആകെ കൂടി ചേർക്കാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് റെസിപ്പിയൻ്റ് ഓഫ് ദ ഭാരത് രത്ന അവാർഡ്, ഭാരത് രത്ന അവാർഡ് നേടിയിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ കിട്ടിയുള്ള ഒരു വ്യക്തിയാണെന്ന് ഈ ഒരു ടേം ഉപയോഗിക്കുക. റെസിപ്പിയൻ്റ് ഓഫ് ദ ഭാരത് രത്ന അവാർഡ്, അല്ലെങ്കിലോ അവാർഡ് ഭാരത് രത്ന ബൈ ദ പ്രസിഡന്റ് ഭാരത് രത്ന നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമോ അവർക്ക് ഉപയോഗിക്കാം. അതിന് കുഴപ്പമില്ല. എന്നാൽ പ്രിഫിക്സോ സഫിക്സോ ആയിട്ടോ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, എന്നാണ് ആർട്ടിക്കിൾ 18(1) പറയുന്നത്. ഇതുവരെ മൊത്തം എത്ര പേർക്ക് ഭാരത് രത്ന കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 53 പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. സോ നമുക്ക് ഇപ്പോൾ ഇതുവരെയുള്ള ഒന്നും കൂടി നോക്കാം. അതായത് ഇത് ഭാരത് രത്ന എന്ന് പറയുന്ന ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. അതേപോലെ തന്നെ ഇതിനെ ജവൽ ഓഫ് ഇന്ത്യ എന്നും അല്ലെങ്കിൽ ജെം ഓഫ് ഇന്ത്യ എന്നും വിളിക്കുന്നു. 1954 ജനുവരി 2-നാണ് ഇത് തുടങ്ങിയത്, അതായത് കൊടുക്കാൻ തുടങ്ങിയത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദ് നോക്കുക. പിന്നെ മെയിനായിട്ട് ഇത് കൊടുത്തിരുന്നത് ലിറ്ററേച്ചർ, ആർട്ട്, സയൻസ്, പൊളിറ്റിക്കൽ സർവീസിനായിരുന്നു. 2011 ഡിസംബർ മുതലാണ് അത് എനി ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ടേമും കൂടി ഇതിൽ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ എക്സെപ്ഷണൽ സർവീസ് ഓർ പെർഫോമൻസ് ഓഫ് ഹയസ്റ്റ് ഓർഡർ, ഈ ടേം ഇത് ഓർത്തിരിക്കണം. എക്സെപ്ഷണൽ സർവീസ് ഓർ പെർഫോമൻസ് ഓഫ് ഹയസ്റ്റ് ഓർഡർ എന്ന നിലയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ഇതിന് റെക്കമെൻഡേഷൻ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്ററാണ്, പ്രസിഡന്റിനോട്. ഓക്കെ, ഇത് നേടുന്ന വ്യക്തിക്ക് എന്താ കിട്ടുന്നത്? ആകെ കൂടി ഒരു സർട്ടിഫിക്കറ്റ്, സനഡ് പ്രസിഡന്റ് സൈൻ ചെയ്ത് കിട്ടും, ഒരു മെഡൽ കിട്ടും. അതായത്
പീപ്പിൾ ഷേപ്പിലുള്ള ഒരു മെഡൽ കിട്ടും. പിന്നെ ക്യാഷ് അവാർഡ് ഒന്നും തന്നെ അവർക്ക് കിട്ടില്ല. ഇവർക്ക് 7ാമത്തെ റാങ്ക് ആണെന്നും കൂടി നോക്കുക. 1964 ജനുവരി മുതലാണ് മരിക്കുന്ന വ്യക്തികൾക്കും ഇത് കൊടുക്കാൻ തുടങ്ങിയതെന്നും നോക്കുക. മാക്സിമം 3 പേർക്കേ കൊടുക്കുള്ളൂ എന്നാണ് റൂള് ഒരു കൊല്ലത്തിൽ. എല്ലാ കൊല്ലം കൊടുക്കണമെന്ന് നിർബന്ധവുമില്ല. നമ്മൾ പറഞ്ഞില്ല എക്സെപ്ഷണൽ സർവീസ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാനും പറ്റൂ. ആർട്ടിക്കിൾ 18 ഒന്ന് പറയുന്നത് അവർക്ക് പ്രിഫിക്സോ സഫിക്സോ ആയിട്ടോ ഈ പേരിനൊപ്പം ഇത് ചേർക്കാൻ പാടില്ല. എന്നാൽ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചേർക്കാം: അവാർഡഡ് ഭാരത് രത്ന ബൈ ദ പ്രസിഡന്റ്, അല്ലെങ്കിൽ റെസിപ്പിയന്റ് ഓഫ് ദ ഭാരത് രത്ന എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് ചേർക്കാം. മൊത്തം എത്ര പേർക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 53 പേർക്ക് ഇതുവരെ 2024 ഈ ഫെബ്രുവരി വരെയെങ്കിലും 53 പേർക്ക് ഈ ഭാരത് രത്ന കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. അടുത്താണ് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഓർഡർ ഓഫ് പ്രസിഡൻറ്റ്സ് അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം ഇന്ത്യയിലത്തെ ഫസ്റ്റ് പേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണ് നോക്കുക. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ എപ്പോഴും ഇന്ത്യയിലത്തെ ഒന്നാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ പ്രഥമ പൗരൻ ആരാന്ന് ചോദിച്ചാൽ പ്രസിഡന്റാണ്. രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ്. ഓക്കെ, അതേപോലെ തന്നെ മൂന്നാമത്തെ പ്രൈം മിനിസ്റ്റർ ആണ് നോക്കുക. നാലാമത്തെ ഗവർണർ. അതായത് ഇവരെ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ചുള്ള ഒരു ഫങ്ഷൻ നടക്കുകയാണെങ്കിൽ ഇതിൽ ഈ ഓർഡർ പ്രകാരമായിരിക്കും അവർക്ക് ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുക. സോ ഫസ്റ്റ് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പ്രസിഡന്റ് ആയിരിക്കും, 2 വൈസ് പ്രസിഡന്റ്, 3 പ്രൈം മിനിസ്റ്റർ, 4 ഗവർണർ. അപ്പോൾ ഗവർണറിൻ്റെ പദവി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇതൊന്നും മനസ്സിലായില്ലേ. എന്നാൽ ഇത് ഈ ഒരു ഇതിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നും കൂടി ഓർക്കുക. ഓക്കെ, 5 ഫോർമർ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ഫോർമർ പ്രസിഡന്റ്, പഴയ പ്രസിഡന്റ്, അതേപോലെ തന്നെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റേഴ്സിനാണ് 5ാമത്തെ സ്ഥാനം. ഈ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയുന്നത് 5A ആണ്. ഓക്കെ, 5A ആണ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. പിന്നെ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭാ സ്പീക്കർ, അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, 6. ഓക്കെ, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, അതുപോലെ തന്നെ ഫോർമർ പ്രൈം മിനിസ്റ്റർ, സ്റ്റേറ്റ് CM മുഖ്യമന്ത്രിമാർ, അതേപോലെ തന്നെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഒപ്പോസിഷൻ നേതാവ്, അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ, NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ഇവർ 8 പേര് ഈ 7ാമത്തെ റാങ്കിൽ വരുന്നുണ്ട്. ഇതിൽ 7Aയിലാണ് ഈ ഭാരത് രത്ന അവാർഡ്സ് അല്ലെങ്കിൽ റെസിപ്പിയൻസ് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ 7A ആണെന്ന് നോക്കുക. 8ലാണ് അംബാസഡർമാരും അതേപോലെ ഹൈ കമ്മീഷണർമാരും വരുന്നത്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വരുന്നത് 9ലാണെന്ന് നോക്കുക. 9Aയിലാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, അതേപോലെ തന്നെ CAG, പിന്നെ UPC ചെയർമാൻ ഒക്കെ വരുന്നത് 9Aയിലാണ് നോക്കുക. 10ലാണ് നീതി ആയോഗിലെ മെമ്പർമാർ വരുന്നത്. 11 അറ്റോർണി ജനറൽ. 12 നമ്മുടെ മിലിറ്ററിയിലെ ആൾക്കാർ ആരൊക്കെ, ആർമി, അതുപോലെ തന്നെ നേവി, പിന്നെ എയർഫോഴ്സ്, പിന്നെ CDSൻ്റെ ഒക്കെ ചീഫുമാർ. 14ലാണ് ഹൈക്കോടതി ജസ്റ്റിസുമാരും വരുന്നത് എന്ന് നോക്കാം. ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി, ചോദിച്ചാൽ മാത്രം പറയാമെന്ന് മാത്രം. സോ 1 പ്രസിഡന്റ്, 2 വൈസ് പ്രസിഡന്റ്, 3 പ്രൈം മിനിസ്റ്റർ, 4 ഗവർണർ, 5 ഫോർമർ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, 6 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ ലോക്സഭ സ്പീക്കർ. ഇവർ നമുക്കറിയാം ഈ ചില സെറമണി, അതായത് നമ്മുടെ പാർലമെൻറ്റിലേക്ക് നടന്നു പോകുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും പോകുന്നത് നമുക്ക് കാണാം. ചീഫ് ജസ്റ്റിസും ലോക്സഭാ സ്പീക്കറും ഒരുമിച്ച് നടന്ന്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഇത് മാത്രം, അതിൽ വേറെ കൂടുതലൊന്നുമില്ല. 7 ഫോർമർ പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ ക്യാബിനറ്റിലെ മിനിസ്റ്റർമാർ, NSA, അതേപോലെ തന്നെ നീതി ആയോഗിലെ വൈസ് ചെയർമാനുണ്ട്, ലോക്സഭയിൽ രാജ്യസഭയിലെ ഒപ്പോസിഷൻ ലീഡർ, മുഖ്യമന്ത്രി, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഡെപ്യൂട്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇവരൊക്കെ 7ാമത്തേൽ വരിക. 7Aയിലാണ് ഈ ഭാരത് രത്ന റെസിപ്പിയൻസും വരുന്നത് നോക്കാം. 8ലാണ് ആര്, ഹൈ കമ്മീഷണറും അതേപോലെ തന്നെ അംബാസഡർമാരും, അതായത് ഇന്ത്യൻ്റെ മറ്റുള്ള രാജ്യത്തിലുള്ള ഇന്ത്യൻ്റെ ഹൈ കമ്മീഷണറും അംബാസഡറും അവർ. 9ലാണ് ജഡ്ജിമാർ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വരുന്നു. 14ലാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വരുന്നതും കൂടി നോക്കാം. അതൊരു കമ്പയർ ചെയ്യാം. ഓക്കെ, സോ 6 ചീഫ് ജസ്റ്റിസ് വരുന്നു, അതേപോലെ തന്നെ 9 സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വരുന്നു, 14 ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസും വരുന്നു നോക്കാം. അതുപോലെ തന്നെ 9Aയിലെ ഇലക്ഷൻ കമ്മീഷൻ, CAG, അതുപോലെ തന്നെ UPC ചെയർമാൻ. 10ലാണ് നീതി ആയോഗിലെ മെമ്പർമാർ. 11ലാണ് അറ്റോർണി ജനറൽ വരുന്നത്. 12ലാണ്
ആർമിയും നേവിയിലത്തെയൊക്കെ ചീഫുമാരും വരുന്നതെന്ന് നോക്കാം. ഓക്കെ. സോ നമ്മൾ പറഞ്ഞു ഈ ഭാരത് രത്ന റെസിപ്പിയൻസിന് കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു സനഡ് കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ. സൈൻ ബൈ ദ പ്രസിഡന്റ് ഒപ്പോടുകൂടി ഒരു മെഡൽ നമുക്ക് അതായത് കിട്ടുമെന്ന് പറഞ്ഞു. ഈ മെഡൽ എന്താണെന്ന് ചോദിച്ചാൽ ദാ ഈ കാണുന്നതാണ് മെഡൽ. കണ്ടല്ലേ, ഇതാണ് പീപ്പിൾ ഷേപ്പിലുള്ള മെഡൽ പറയുന്നത്. ഇതിന് രണ്ട് ഭാഗമുണ്ട്, ഒന്ന് ഫേസും അതിൻ്റെ ബാക്ക് സൈഡും. അപ്പോൾ ഈ ഫേസിലാണ് ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സണ്ണാണ്. ഇതാകണ്ട ഒരു ഇമേജ് ഓഫ് എ സൺ വിത്ത് ഭാരത് രത്ന എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ദേവനാഗരി സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത്. ഇതാണ് ഒരു സൈഡിൽ. അപ്പുറത്തെ സൈഡിൽ ഇന്ത്യൻ എംബ്ലം. ഓക്കെ, ഇന്ത്യൻ എംബ്ലം ഉണ്ട്. അതോടൊപ്പം സത്യമേവ ജയതേ എന്ന മോട്ടോം കൂടി അതിൽ ദേവനാഗരി ലിപിയിൽ എഴുതിയിട്ടുണ്ടെന്ന് നോക്കുക. സോ മെഡൽ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഒരു പീപ്പിൾ ഷേപ്പിലുള്ള ഒരു മെഡലാണ്. ആ മെഡലിൻ്റെ ഒരു സൈഡിൽ സൂര്യൻ വിത്ത് ഭാരത് രത്ന എന്ന് ദേവനാഗരി ലിപിയിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതർ സൈഡ്, ബാക്ക് സൈഡിൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ എംബ്ലം, അതായത് സത്യമേവ ഇന്ത്യൻ്റെ എംബ്ലം ഉണ്ടല്ലോ, അശോകസ്തംഭം, അതുമുണ്ട്. അതോടൊപ്പം അടിയിൽ സത്യമേവ ജയതേ, അതായത് ട്രൂത്ത് അലോൺ ട്രൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ദേവനാഗരി ലിപിയിൽ എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇമേജ് ഓഫ് എ സൺ വിത്ത് ഭാരത് രത്ന ഇൻ ദേവനാഗരി. ഇതാണ് ഒരു സൈഡിൽ. രണ്ടാമത്തെ സൈഡിൽ എന്താ, ഇന്ത്യൻ എംബ്ലം ഉണ്ട്. അതുപോലെ തന്നെ സത്യമേവ ജയതേ ട്രൂത്ത് അലോൺ ട്രൈംസ് ഇൻ ദേവനാഗരി ലിപിയിൽ രണ്ടാമത്തെ ഉണ്ടെന്ന് കൂടി നോക്കുക. ഓക്കെ, അടുത്താണ് നമ്മൾ വിന്നേഴ്സിനെ പറ്റിയിട്ട് പറയാൻ പോകുന്നതാണ്. അതായത് 1954 മുതൽ 2024 വരെ ആരൊക്കെ നേടിയിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ടതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ 1954 അതായത് 1954 ജനുവരി 2 മുതലാണ് നമ്മൾ പറഞ്ഞു. അതിൽ 1954 ആദ്യത്തെ അവാർഡ് കൊടുത്തത്. അത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സി രാജഗോപാലാചാരിക്കാണ് കൊടുത്തതെന്ന് നോക്കുക. അത് ഇന്ത്യൻ്റെ ലാസ്റ്റ് ഗവർണർ ജനറൽ ആണെന്നും കൂടി ആലോചിക്കുക. വേറെ ഒന്നും നോക്കണ്ട, ഇത് നോക്കിയാൽ മതി. 1954 കൊടുത്തത് ഒന്ന് സി രാജഗോപാലാചാരി, രണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, മൂന്ന് ഡോക്ടർ സി വി രാമൻ. സി രാജഗോപാലാചാരി ആരാന്ന് ചോദിച്ചാൽ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണെന്ന് നോക്കുക. അതേപോലെ തന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു 1952 മുതൽ 62 വരെ എന്നൊന്ന് നോക്കുക. 62 ശേഷം 62 മുതൽ 67 വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. തെറ്റിപ്പോയി കേട്ടോ, തെറ്റി രണ്ടാമത്തെ പ്രസിഡൻ്റ് ആയിരുന്നു അദ്ദേഹം. സോ 52 മുതൽ 62 വരെ അദ്ദേഹം ആദ്യത്തെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. 62 മുതൽ 67 വരെ രണ്ടാമത്തെ പ്രസിഡൻറ്റും കൂടിയായിരുന്നു എന്ന് നോക്കുക. 62-ൽ അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയതിന് ശേഷം സെപ്റ്റംബർ 62 മുതൽ സെപ്റ്റംബർ 5 എന്ത് ചെയ്തു, ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങി. ഓക്കെ, അദ്ദേഹത്തിന് 62-ലല്ലേ കിട്ടിയ, അപ്പോൾ 62 മുതൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാനും തുടങ്ങി നോക്കാം. മൂന്ന് സി വി രാമൻ നമുക്കറിയാം, ഫിസിസിസ്റ്റ് ആണ്. അതായത് മൂപ്പര് രാമൻ ഇഫക്റ്റ് ഒക്കെ കണ്ടെത്തിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി 1930-ൽ എന്നും കൂടി ആലോചിക്കാം. സോ 3 പേരാണ് 1954-ൽ. ഒന്ന് രാജഗോപാലാചാരി, രണ്ട് രാധാകൃഷ്ണൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, മൂന്ന് ഡോക്ടർ സി വി രാമൻ എന്നും കൂടി നോക്കാം. അടുത്താണ് 1955-ലേക്ക് എത്തുന്നു. 1955-ൽ 3 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഭഗവാൻ ദാസ് ആണെന്ന് നോക്കാം, രണ്ട് എം വിശ്വേശ്വരയ്യ, മൂന്ന് ജവഹർലാൽ നെഹ്റു. സോ 1955-ൽ 3 പേർക്കാണ്. ഒന്ന് ഭഗവാൻ ദാസ്, രണ്ട് എം വിശ്വേശ്വരയ്യ, മൂന്ന് ജവഹർലാൽ നെഹ്റു. സോ ആദ്യം ഒരു പ്രൈം മിനിസ്റ്റർ നേടിയത് ഏത് വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ടു റിസീവ് ഭാരത് രത്ന അവാർഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു നോക്കാം. കാരണം 1955-ൽ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. സോ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു എന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്താണെന്ന് ചോദിച്ചാൽ നവംബർ 14 അതിനെ ടീച്ചേഴ്സ് ഡേ ആചരിക്കുന്നു. പിന്നെ നമ്മുടെ വിശ്വേശ്വരയ്യ എല്ലാവർക്കും അറിയാം, ഇദ്ദേഹം മൈസൂരിൻ്റെ ദീവാനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് സെപ്റ്റംബർ 15-ന് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ 15-ന് എൻജിനീയേഴ്സ് ഡേ ആയിട്ടും കൂടി ആചരിക്കും. സോ 1955-ൽ 3 പേർക്ക് ഭഗവാൻ ദാസ്, ജവഹർലാൽ നെഹ്റു, എം വിശ്വേശ്വരയ്യ എന്നും കൂടി നോക്കി വെക്കാം. അടുത്താണ് 1957-ലേക്ക് എത്തുന്നു. 1957-ൽ ആർക്കാന്ന് ചോദിച്ചാൽ ഗോവിന്ദ് വല്ലഭ്
പന്തിനാണ് കൊടുക്കുക, GB പന്ത്. സോ 1957 GB പന്തിനാണെന്ന് ചോദിക്കുക, അദ്ദേഹം UPയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണെന്നും കൂടി നോക്കുക. അടുത്താണ് 1958 ആർക്കാന്ന് ചോദിച്ചാൽ DK കാർവെയാണെന്ന് നോക്കുക. ഈ DK കാർവേനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് നോക്കാണ്ട്. ഈ DK കാർവേ എന്ന് പറയുന്ന പ്രായം കൂടിയ വ്യക്തിയാട്ടോ, ഓൾഡസ്റ്റ് പേഴ്സൺ ടു റിസീവ് ഭാരത് രത്ന. ഓക്കെ, അദ്ദേഹത്തിന് ഈ ഭാരത് രത്ന കിട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രായം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രായത്തിൽ ഭാരത് രത്ന നേടിയത് ആരാന്ന് ചോദിച്ചാൽ DK കാർവെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഉൾക്കൊള്ളിച്ചത്. 1958 അദ്ദേഹം റിസീവ് ചെയ്തതെന്ന് നോക്കാം. അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത കുറച്ച് സംഘടനയാണ്. ഒന്ന് വിഡോ മാരേജ് അസോസിയേഷൻ 1883. ഓക്കെ, വിഡോ മാരേജ് അസോസിയേഷൻ 1883 എന്ന് നോക്കാം. രണ്ട് ഹിന്ദു വിഡോ ഹോം. ഓക്കെ, ഹിന്ദു വിഡോ ഹോം 1896 നോക്കാം. അതുപോലെ തന്നെ SNDT കോളേജ്, ശ്രീമതി നാഥിബായ് ദാമോദർ താക്കറെ യൂണിവേഴ്സിറ്റി, ഇത് ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റിയാണ് കൂടി നോക്കാം. 1916 എസ്റ്റാബ്ലിഷ് ചെയ്തത് നോക്കാം. സോ DK കാർവെ 1958 ഹിന്ദു വിഡോ ഹോം 1896 എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ SNDT വുമൻസ് കോളേജ് യൂണിവേഴ്സിറ്റി 1916 സ്ഥാപിച്ചു. വിഡോ മാരേജ് അസോസിയേഷൻ 1883 എസ്റ്റാബ്ലിഷ് ചെയ്തു നോക്കാം. അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് BC റേ. 1961 കൊടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ, നേടിയത് ആരാന്ന് ചോദിച്ചാൽ BC റേ. അതുപോലെ തന്നെ പുരുഷോത്തം ദാസ് താണ്ടനാണെന്നും കൂടി നോക്കാം. അദ്ദേഹത്തിനെ രാജർഷി എന്നും കൂടി വിളിക്കട്ടെ. സോ 1961 BC റേ ഉണ്ട്. അതുപോലെ തന്നെ രാജർഷി പുരുഷോത്തം ദാസ് താണ്ടൻ, രാജർഷി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. സോ 1961 ആരൊക്കെയാന്ന് ചോദിച്ചാൽ BC റേ, അതുപോലെ തന്നെ പുരുഷോത്തം ദാസ് താണ്ടൻ അല്ലെങ്കിൽ രാജർഷി എന്നും കൂടി പറയുന്നത്. അടുത്താണ് 62 നമ്മൾ പറഞ്ഞു. 62 ആരാ നേടിയെന്നുള്ളത് അന്നത്തെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് ആണ് 62 നേടിയെന്നും കൂടി നോക്കുക. ഈ BC റേനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇദ്ദേഹം വെസ്റ്റ് ബംഗാളിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് വെസ്റ്റ് ബംഗാളിൻ്റെ മേക്കർ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. സോ 1967 വല്ലഭ് പന്ത്, 57 വല്ലഭ് പന്ത്, 58 DK കാർവെ, 61 BC റേ. അദ്ദേഹം ബംഗാളിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ്, മേക്കർ ഓഫ് മോഡേൺ വെസ്റ്റ് ബംഗാൾ എന്നറിയപ്പെടുന്നു. ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. 61 നേടിയ മറ്റേ വ്യക്തിയാണ് പുരുഷോത്തം ദാസ് താണ്ടൻ അല്ലെങ്കിൽ രാജർഷി എന്നറിയപ്പെടുന്നു. 62 രാജേന്ദ്ര പ്രസാദ് എന്നും കൂടി നോക്കാം. അടുത്താണ് 63 ആരൊക്കെയാന്ന് നോക്കിയാൽ, ഒന്ന് സക്കീർ ഹുസൈൻ, എല്ലാവർക്കും അറിയാം. അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു, ഡോക്ടർ സക്കീർ ഹുസൈൻ. അതേപോലെ തന്നെ പാണ്ഡുറംഗ് കാനെ എന്നും കൂടി നോക്കാം. 63 അപ്പോൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ സക്കീർ ഹുസൈൻ ഉണ്ട്, പാണ്ഡുറംഗ് കാനെ ഉണ്ടെന്ന് നോക്കാം. അടുത്താണ് 66 ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിരുന്നു. 1966 ഡിസംബർ ജനുവരി മുതലാണ് നമ്മൾ ഒരു അവാർഡ് കൊടുത്തതെന്ന് പറഞ്ഞു അല്ലേ, പോസ്റ്റ്മസ്ലി. സോ 1966 മുതലാണ് നമ്മൾ എന്ത് ചെയ്ത് തുടങ്ങിയത്, മരണപ്പെടുന്ന ആൾക്കും എക്സെപ്ഷണൽ സർവീസ് എന്ന ഭാഗത്തിൽ നമ്മൾ ഭാരത് രത്ന കൊടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. സോ അപ്പോൾ അന്ന് ഈ 1960 മരണമടഞ്ഞ വ്യക്തിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് പോസ്റ്റ്മസ്ലി ഈ അവാർഡ് കൊടുത്തത് 1966 നോക്കാം. ഇദ്ദേഹത്തിൻ്റെ ടാഗ് ലൈൻ അല്ലെങ്കിൽ ഇദ്ദേഹം ഉണ്ടാക്കിയ മുദ്രാവാക്യമായിരുന്നു ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞിട്ട്. സോ 66 ആദ്യമായിട്ട് ഒരു പോസ്റ്റ്മസ് മരണാന്തര ബഹുമതി ആയിട്ട് ഭാരത് രത്ന കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ 1966 എല്ലാവർക്കും അറിയാം, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള രണ്ടാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിക്കാണെന്ന് നോക്കാം. അടുത്താണ് 1971 ആർക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിക്കാന്ന് നോക്കുക. ആദ്യമായിട്ട് ഒരു വനിത നേടിയത് എന്താണെന്ന് ചോദിച്ചാൽ 1971 നോക്കുക. സോ ഇത് പ്രധാനമാണ്, ഇന്ദിരാഗാന്ധിക്കാണ്. ഇന്ദിരാഗാന്ധിനെ വിളിക്കുന്ന വേറെ പേരാണ് അയൺ ലേഡി ഓഫ് ഇന്ത്യ എന്ന്. 1975 ആർക്കാന്ന് ചോദിച്ചാൽ VV ഗിരിക്കാണ് നോക്കാം. അടുത്താണ് 1980 എത്തിയപ്പോൾ മദർ തെരേസയ്ക്കാണ് ഈ അവാർഡ് കിട്ടിയെന്ന് നോക്കാം. ഈ മദർ തെരേസ എസ്റ്റാബ്ലിഷ് ചെയ്ത സംഘടനയാണ് മിഷണറീസ് ഓഫ് ചാരിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മാത്രമല്ല ഈ 1980 ഭാരത് രത്ന കൊടുക്കുന്നതിന് മുമ്പ് 1979 തൊട്ട് ഒരു കൊല്ലം മുമ്പ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിരുന്നു. ഓക്കെ, സമാധാനത്തിന് 1979 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി
ഇവരെ വാഴ്ത്തപ്പെട്ട, അതായത് ബീറ്റിഫൈഡ് ആയിട്ട്, അതായത് വാഴ്ത്തപ്പെട്ട ആയിട്ട് പ്രഖ്യാപിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2003 നോക്കുക. 2003 ഒക്ടോബർ 19 ജോൺ പോൾ രണ്ടാമനാണെന്ന് നോക്കുക. അതേപോലെ തന്നെ ഇവരെ വിശുദ്ധയായിട്ട് കാനനൈസ്ഡ്, വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച എന്താണെന്ന് ചോദിച്ചാൽ 2016 നോക്കുക. 13 കൊല്ലത്തിന് ശേഷം. സോ 2016 സെപ്റ്റംബർ 4 പോപ്പ് ഫ്രാൻസിസ് ആണ് ചെയ്തതെന്നും കൂടി നോക്കാം. സോ 1966 സക്കീർ ഹുസൈനും അതേപോലെ തന്നെ പാണ്ഡുറംഗ് ഖാനയും, 66 ലാൽ ബഹദൂർ ശാസ്ത്രി, 71 ഇന്ദിരാഗാന്ധി, 75 വി ഗിരി, 80 മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 79 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. വാഴ്ത്തപ്പെട്ട 8, അതായത് ബീറ്റിഫൈഡ് ആയിട്ട് പ്രഖ്യാപിച്ച എന്താണെന്ന് ചോദിച്ചാൽ 2003 ഒക്ടോബർ 19 നോക്കുക, ജോൺ പോൾ രണ്ടാമനാണ്. പിന്നെ ഇവരെ കാനനൈസ്ഡ്, അതായത് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച എന്താണെന്ന് ചോദിച്ചാൽ 2016 സെപ്റ്റംബർ 4 നോക്കുക, അത് പോപ്പ് ഫ്രാൻസിസ് ആണും കൂടി നോക്കുക. അടുത്താണ് 1983 ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ വിനോബ ഭാവയ്ക്കാണെന്ന് നോക്കുക. ഓക്കെ, 1983 ആർക്കാന്ന് ചോദിച്ചാൽ വിനോബ ഭാവയാന്ന് നോക്കുക. 1987 ആർക്കാന്ന് ചോദിച്ചാൽ ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. പ്രധാനമാണ്, കാരണം ആദ്യമായിട്ട് ഒരു വിദേശിക്ക് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ 1987 നോക്കുക. അതേപോലെ 1988 ആർക്കാണെന്ന് ചോദിച്ചാൽ MGRനാണെന്ന് നോക്കുക. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം 1988 MGR. അതുപോലെ തന്നെ 1990 ആർക്കാന്ന് ചോദിച്ചാൽ BR അംബേദ്കർ, അതുപോലെ തന്നെ നെൽസൺ മണ്ടേല. സോ രണ്ടാമത് ഒരു വിദേശി കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ 1990 ചോദിക്കുക, അത് നെൽസൺ മണ്ടേലാണെന്ന് നോക്കുക. അതേപോലെ തന്നെ BR അംബേദ്കറിനും 1990 നോക്കുക. അതേപോലെ അടുത്താണ് 1991 3 പേർക്കുണ്ട്. ഒന്ന് രാജീവ് ഗാന്ധി, അതായത് 1984 മുതൽ 89 വരെയുള്ള കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. അതേപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലും അന്നാണ് കൊടുത്തത് 1991. അതേപോലെ തന്നെ മൊറാർജി ദേശായിക്കും 91 നോക്കുക. ഈ മൊറാർജി ദേശായിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഭാരത് രത്ന കൂടാതെ പാകിസ്ഥാൻ്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള നിഷാനി പാകിസ്ഥാൻ കൂടി നേടിയ ഒരേ ഒരു വ്യക്തിയാണ് ഈ മൊറാർജി ദേശായി എന്ന് നോക്കുക. സോ 91 സർദാർ പട്ടേലുണ്ട്, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഉണ്ട്, അതേപോലെ തന്നെ മൊറാർജി ദേശായി ഉണ്ട്. പിന്നെ 92 JRD ടാറ്റയുണ്ട്, അബുൽ കലാം ആസാദും ഉണ്ട്, പിന്നെ സത്യജിത്ത് റേനും 92 കിട്ടിയെന്ന് നോക്കുക. പിന്നെ 97 APJ അബ്ദുൽ കലാമിനാണ് നോക്കുക. പ്രധാനമാണ്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. 97 കിട്ടിയെന്ന് നോക്കുക. 98 MS സുബ്ബലക്ഷ്മി, അതുപോലെ തന്നെ C സുബ്രഹ്മണ്യം എന്നിവർക്ക് കിട്ടിയത്. 98 MS സുബ്ബലക്ഷ്മി, അതായത് ഒരു സംഗീതജ്ഞയ്ക്ക് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് കിട്ടിയത് 98 MS സുബ്ബലക്ഷ്മി എന്ന് നോക്കുക. അതോടൊപ്പം C സുബ്രഹ്മണ്യനും കിട്ടിയെന്ന് നോക്കുക. അതേപോലെ തന്നെ 1999 അടുത്തത് 99 നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ പറയുമ്പോൾ കാര്യം എന്തായിരുന്നു? അതായത് ജനറൽ റൂൾ പ്രകാരം ഒരു കൊല്ലത്തിൽ 3 പേർക്കേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? പക്ഷേ ഇത് ആദ്യം ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ 1999 കാരണം അന്ന് 4 പേർക്കാണ് കൊടുത്തിരുന്നത്. ആ 4 പേര് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ജയപ്രകാശ് നാരായണൻ, പിന്നെ അമർത്യ സെൻ, ഗോപിനാഥ് ബർദോളി, പിന്നെ രവിശങ്കർ. അന്ന് 4 പേർക്കാണ് കൊടുത്തത്. ഒന്ന് ജയപ്രകാശ് നാരായണൻ, അതുപോലെ തന്നെ അമർത്യ സെൻ, ഗോപിനാഥ് ബർദോളി, പിന്നെ രവിശങ്കർ. രവിശങ്കറിനെ പറ്റി പറയുകയാണ് ആദ്യത്തെ മ്യൂസീഷ്യനാണ്, പക്ഷേ അത് സിത്താർ വിഭാഗത്തിലാണെന്നും കൂടി നോക്കാം. ഓക്കെ, സോ 83 വിനോബ ഭാവയ്ക്ക്, 87 ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ, 88 MGR, അതുപോലെ 90 BR അംബേദ്കറും ഉണ്ട്, പിന്നെ നെൽസൺ മണ്ടേലും ഉണ്ട്. 91 രാജീവ് ഗാന്ധി, പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ, അതേപോലെ തന്നെ മൊറാർജി ദേശായി. 92 അബുൽ കലാം ആസാദ് ഉണ്ട്, JRD ടാറ്റയുണ്ട്, സത്യജിത്ത് റേ ഉണ്ട്. 97 മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം ഉണ്ട്. 98 MS സുബ്ബലക്ഷ്മി, C സുബ്രഹ്മണ്യം. 99 ജയപ്രകാശ് നാരായണൻ, അതുപോലെ തന്നെ ഗോപിനാഥ് ബർദോളി, അമർത്യ സെൻ, രവിശങ്കർ എന്നും കൂടി നോക്കുക. അടുത്താണ് 2001 എത്തി. 2001 രണ്ടാമത്തെ മ്യൂസീഷ്യൻ സംഗീതജ്ഞയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ലതാ മങ്കേഷ്കറാണ് നോക്കുക. 2001 നോക്കുക. അടുത്താണ് 2014. നമുക്ക് എല്ലാം കൂടി പ്രധാനമൊന്നുമില്ല, നമ്മൾ ഇതിൽ പറയുന്ന ചിലതൊക്കെ വിട്ടിട്ടുണ്ട്, അതേ പ്രധാനപ്പെട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്നും കൂടി നോക്കുക. 2014 അടുത്തത്. സച്ചിൻ ടെണ്ടുൽക്കറും ഉണ്ട്, അതേപോലെ തന്നെ CNR റാവുവും ഉണ്ട്.
സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, അതായത് ഭാരത് രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് നോക്കുക. ഓക്കെ, എത്രാമത്തെ വയസ്സിലാണെന്ന് ചോദിച്ചാൽ 40ാമത്തെ വയസ്സിലാണെന്ന് നോക്കുക. 2014 അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് ഇപ്പോൾ ഏതാണ്ട് ഒരു 50 കടന്നു വന്നു. അടുത്തതാണ് 2015 ആർക്കാന്ന് ചോദിച്ചാൽ എ ബി വാജ്പേയി ഉണ്ട്, മദൻ മോഹൻ മാളവ്യയ്ക്കും ഉണ്ട് നോക്കാം. പിന്നെ 2019 പ്രണബ് മുഖർജി, നാനാജി ദേശ്മുഖ്, അതുപോലെ തന്നെ ഭൂപൻ ഹസാരിക. സോ 2001 ലതാ മങ്കേഷ്കർ ഉണ്ട്. 2014 ഈ സച്ചിൻ ടെണ്ടുൽക്കർ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി 40ാമത്തെ വയസ്സിൽ. അതേപോലെ തന്നെ CNR റാവു ഉണ്ട്. 2015 എ ബി വാജ്പേയി ഉണ്ട്, മദൻ മോഹൻ മാളവ്യ ഉണ്ട് നോക്കാം. പിന്നെ കൊടുത്തിരുന്നത് 2019 ഇതിൻ്റെ ഇടയിലൊന്നും പിന്നെ വേറെ കൊടുത്തിട്ടൊന്നുമില്ല. 19 വരെ ആർക്കും കൊടുത്തില്ല. പിന്നെ 19 കൊടുത്തിരുന്നത്. അതിൽ പ്രണബ് മുഖർജി, ഭൂപൻ ഹസാരിക, അതുപോലെ തന്നെ നാനാജി ദേശ്മുഖ്. ഇനി അടുത്തതാണ് പ്രധാനം, കാരണം 2024 2019 ശേഷം പിന്നെ വേറെ കൊടുത്തില്ല. പിന്നെ 2024 കൊടുക്കുന്നത്. ഓക്കെ, സോ അതിൽ ഈ പറയുന്ന 2024 ഈ 5 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1999 4 പേർക്ക് കൊടുത്തു. കാരണം 3 പേർക്കേ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ വയലേറ്റ് ചെയ്ത് 4 പേർക്ക് കൊടുത്ത് 99 പറഞ്ഞു. രണ്ടാമത്തെയാണ് 2024, അതിലന്ന് 5 പേർക്കാണ് ഇക്കൊല്ലം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5 പേരെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 49ാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കർപ്പൂരി താക്കൂറാണ്. ഇദ്ദേഹം ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്നു നോക്കാം. ഓക്കെ, 49ാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ കർപ്പൂരി താക്കൂറാണ്. ജനനായക് എന്നും കൂടി അദ്ദേഹം അറിയപ്പെടുന്നു. സോ 49ാമത്തെ കർപ്പൂരി താക്കൂർ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു, ജനനായക് എന്ന് അറിയപ്പെടുന്നു. പോസ്റ്റ്മസ്ലിയാണ് കൊടുത്തതെന്ന് നോക്കാം. പിന്നെ അടുത്തതാണ് 50ാമത്തെ വ്യക്തി, അതായത് LK അദ്വാനിയാണ് നോക്കുക. അദ്ദേഹം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ത്യൻ്റെ. സോ 50ാമത്തെ LK അദ്വാനി, ലാൽകൃഷ്ണ അദ്വാനി. 51ാമത്തെ ആരാന്ന് ചോദിച്ചാൽ PV നരസിംഹറാവു ആയിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു, പണ്ടത്തെ. പോസ്റ്റ്മസ്ലി കൊടുത്തിരിക്കുന്നതാണ്. 52ാമത്തെ ചൗധരി ചരൺ സിംഗ്, ഇദ്ദേഹവും പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, പോസ്റ്റ്മസ്ലിയാണ് കൊടുത്തത് നോക്കുക. 53ാമത്തെ MS സ്വാമിനാഥനാണെന്ന് നോക്കുക, സയൻറ്റിസ്റ്റാണ്, പോസ്റ്റ്മസ്ലിയാണ് കൊടുത്തതെന്ന് നോക്കാം. ഇനി ഇവരെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് 53ാമത്തെ വ്യക്തിയായിട്ടുള്ള MS സ്വാമിനാഥനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ MS സ്വാമിനാഥൻ്റെ വേറെ പേര് മീൻസ് MS എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോമാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാങ്കൊമ്പ് സാംബശിവൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. അതായത് മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര്. ഇദ്ദേഹത്തിനെ ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ്റെ പിതാവായിട്ടാണ് പറയുന്നത്. കാരണം മൂപ്പര് ഹൈ ഹീൽഡിങ് വെറൈറ്റി സീഡ്സ് ആണ് ഡെവലപ്പ് ചെയ്തത്, വീറ്റിൻ്റെയും റൈസിൻ്റെയും. മാത്രമല്ല അദ്ദേഹം നാഷണൽ കമ്മീഷൻ ഫോർ ഫാമേഴ്സ്, അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഓഫ് ഫാമേഴ്സ് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയും കൂടിയാണ് MS സ്വാമിനാഥൻ. ഇദ്ദേഹം ഈ പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് ആക്ട് 2001 വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ, സംരക്ഷണം, അതായത് ഈ റൈറ്റിന് വേണ്ടിയിട്ടും കൂടി അദ്ദേഹം നേതൃത്വം കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. സോ മാങ്കൊമ്പു സാംബശിവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര്. ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നു. ഹൈ ഹീൽഡിങ് വെറൈറ്റി സീൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നാഷണൽ കമ്മീഷൻ ഓഫ് ഫാമേഴ്സിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ് ആക്ട് 2001 അതിന് വേണ്ടിയിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നോക്കാം. ഇനി ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ചില അവാർഡ്സിനെ പറ്റിയിട്ടാണ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ഇനി വരാൻ പോകുന്ന PSC എക്സാമുകൾക്കോ അല്ലെങ്കിൽ SSCക്ക് ചിലപ്പോൾ ചോദിക്കാം. PSCക്ക് സാധ്യത ഉണ്ട്. ഓക്കെ, ഈ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന് ഇന്ന ദിവസം ഈ വർഷം ഈ അവാർഡ് കിട്ടി എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വരാൻ 100% ചാൻസ് ഉണ്ട്. സോ നോക്കാനുള്ളവർ നോക്കുക. 1961 ഇദ്ദേഹത്തിന് ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് കിട്ടിയെന്ന് നോക്കുക. ഓക്കെ, 1961 ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് കിട്ടിയത്. 71 രാമൻ മഗ്സസെ അവാർഡ് കിട്ടിയത്. 86 ആൽബർട്ട് ഐൻസ്റ്റീൻ വേൾഡ് സയൻസ് അവാർഡ് കിട്ടിയത്. സോ 1961 ഭട്നാഗർ അവാർഡ്, 71 രാമൻ മഗ്സസെ, 86 ആൽബർട്ട് ഐൻസ്റ്റീൻ അവാർഡും കിട്ടിയെന്ന് നോക്കാം. ഇനി അടുത്തതാണ് നമ്മുടെ സിവിലിയൻ അവാർഡ്സ് ആയിട്ടുള്ള പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. ഓക്കെ, പത്മശ്രീ എന്നാൽ ആദ്യം ലഭിക്കുന്ന അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ പത്മശ്രീയാണ്. അത് കഴിഞ്ഞിട്ട് പത്മഭൂഷൺ, പിന്നെ പത്മവിഭൂഷൺ, പിന്നെ ഭാരത് രത്ന. ഓക്കെ, സോ 1967 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്. അതെന്താണെന്ന് ചോദിച്ചാൽ 1967 നോക്കാം. അതേപോലെ ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 1972 അദ്ദേഹത്തിന് എന്ത് ചെയ്തു,
പത്മഭൂഷൺ കൊടുത്തു. പിന്നെ ഒരു 89 ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പത്മവിഭൂഷണും കൊടുത്തു. 2024 ആയപ്പോഴത്തേക്കും ഭാരത് രത്ന കൂടി കൊടുത്തു എന്ന് നോക്കാം. സോ 61 ഭട്നാഗർ അവാർഡ്, 71 രാമൻ മഗ്സസെ അവാർഡ്, 86 ആൽബർട്ട് ഐൻസ്റ്റീൻ അവാർഡും കൂടി കിട്ടി. അതേപോലെ തന്നെ ഇനി നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയിലെ കൊടുക്കുന്ന സിവിലിയൻ അവാർഡിനെ പറ്റിയാണ് പറയുന്നത്. പത്മശ്രീ എന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ 67 ചോദിക്കുക. 72 അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? പത്മഭൂഷൺ. അതേപോലെ 89 പത്മവിഭൂഷൺ കിട്ടിയത്. 2024 ഭാരത് രത്നയും കിട്ടിയെന്ന് നോക്കാം. ഇതാണ് ഇദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള. ഇതിനെ പറ്റിയിട്ട് കഴിയുന്നത് ഒന്ന് ഓർത്തിരിക്കാൻ വെക്കുക. കാരണം ഇദ്ദേഹം അത്രയ്ക്കും വലിയ കോൺട്രിബ്യൂഷനാണ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ പറ്റിയിട്ട് ചോദിക്കാനുള്ള സാധ്യത 100%. അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത് പി വി നരസിംഹറാവു. അതായത് പാമുലപ്പർത്തി വെങ്കട്ട നരസിംഹറാവു. പി വി നരസിംഹറാവിൻ്റെ ഫുൾ ഫോമാണ് പാമുലപ്പർത്തി വെങ്കട്ട നരസിംഹറാവു. 9ാമത്തെ പ്രൈം മിനിസ്റ്റർ ആണെന്ന് നോക്കുക ഇന്ത്യയുടെ. ഈ 1991 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഈ പോളിസി കൊണ്ടുവന്ന വ്യക്തിയാണ് പി വി നരസിംഹറാവു എന്ന് നോക്കുക. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു പബ്ലിഷ് ചെയ്ത, അതാണ് സഹസ്ര പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള. അതൊരു ഹിന്ദി തർജ്ജമയാണ് തെലുങ്കു നോവലിൻ്റെ വി പടഗലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിൻ്റെ അല്ലെങ്കിൽ ഒരു നോവലിൻ്റെ തർജ്ജമയാണ് സഹസ്ര പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ പാമുലപ്പർത്തി വെങ്കട്ട നരസിംഹറാവു, അദ്ദേഹം 9ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. LPG റിഫോംസ് കൊണ്ടുവന്ന വ്യക്തിയാണ്. സഹസ്ര പ്ലാൻ എന്ന ഒരു ഹിന്ദി ട്രാൻസ്ലേഷൻ വർക്ക് എഴുതിയത് ഇദ്ദേഹമാണ് നോക്കുക. വി പടകലു എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൻ്റെ ട്രാൻസ്ലേഷൻ കൂടി നോക്കുക. അടുത്താണ് ചൗധരി ചരൺ സിംഗ്. ചൗധരി ചരൺ സിംഗ് ഇന്ത്യയുടെ 5ാമത്തെ പ്രൈം മിനിസ്റ്റർ ആണെന്ന് നോക്കുക. അദ്ദേഹം UP-യിലെ മുഖ്യമന്ത്രി ആയിരുന്നു കൂടി നോക്കുക. അടുത്താണ് ഇതിൻ്റെ നമ്മൾ പറഞ്ഞു ഇതിനൊരു റൂൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് മാക്സിമം 3 അവാർഡ് മാത്രമേ ഒരു കൊല്ലം കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ആദ്യം ബ്രോക്ക് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ 1999 നമ്മൾ പറഞ്ഞിരുന്നു. അന്ന് 4 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. 1 ജയപ്രകാശ് നാരായണൻ, 2 അമർത്യ സെൻ, 3 ഗോപിനാഥ് ബർദോളി, പിന്നെ 4 രവിശങ്കർ. പിന്നെ ഈ അവാർഡ് മാറി, അതായത് ഈ 3 പകരം 5 കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2024 കൂടി നോക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് MCQs ചെയ്ത് നോക്കാം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ്, the first singer to be awarded the Bharat Ratna was Lata Mangeshkar. Second, former South African President Nelson Mandela is only non-Indian to receive Bharat Ratna. Third, the recommendation for the Bharat Ratna are made by the Prime Minister to the President with a maximum of 3 nominees being awarded per year. Recipient receives a sonnet signed by the President and a people leaf-shaped medal. There is no monetary grant. Fourth, M. Visvesvaraya was awarded Bharat Ratna in 1955. His birthday, September 15, is observed as an Engineers Day in India. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ചൂസ് എ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഓപ്ഷൻ എ, ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 are false. Option B, only statement 3 and 4 are false. Option C, all the statements are true. Option D, all the above statements are false. ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിലെ 4 ഏതൊക്കെയാണ് ശരിയെന്നുള്ള ആദ്യം നമ്മൾ ടിക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ ഓപ്ഷൻസ് ABCD ഏതാണ് ശരിയെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ദ ഫസ്റ്റ് സിംഗർ ടു ബി അവാർഡ് ഭാരത് രത്ന വാസ് ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കർ ആയിരുന്നോ ആദ്യത്തെ സിംഗർ ഭാരത് രത്ന അവാർഡ് നേടിയത്? അല്ല. കാരണം എന്താ അറിയോ, MS സുബ്ബലക്ഷ്മി ആയിരുന്നു അതിന് മുമ്പ് നേടിയത് 1998. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലതാ മങ്കേഷ്കർ എന്ന് പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, തെറ്റാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ലതാ മങ്കേഷ്കർ കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ 2001 നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫോമർ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേല ഈസ് ഓൺലി നോൺ ഇന്ത്യൻ ടു റിസീവ് ഭാരത് രത്ന. ശരിയാണോ? നെൽസൺ മണ്ടേലയ്ക്ക് മാത്രമാണോ കിട്ടിയിരിക്കുന്നത്? അല്ല, അതിന് മുമ്പ് വേറൊരാൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു, ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ 1987. അപ്പോൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? രണ്ടാമത്തെ അല്ല, തെറ്റാണ്. കാരണം 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. 1 ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ, 2 നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 1990 അല്ലേ?
കൂട്ടത്തിൽ BR അംബേദ്കറിനും കൂടി കിട്ടിയെന്ന് നോക്കാം. അടുത്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ദ റെക്കമെൻഡേഷൻ ഫോർ ദ അവാർഡ് ആര് പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റാണ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു. മാക്സിമം അതേപോലെ തന്നെ മാക്സിമം 3 നോമിനീസ് ആയിരിക്കും എന്ന് പറഞ്ഞു ഒരു കൊല്ലത്തിൽ അല്ലേ. അതേപോലെ ഒരു സനഡ് സർട്ടിഫിക്കറ്റും കിട്ടും, പീപ്പിൾ ഷേപ്പ് മെഡലും കിട്ടും. നോ മോണിറ്ററി ഗ്രാൻഡ്, ക്യാഷ് അവാർഡായിട്ട് ഒന്നും തന്നെ കിട്ടില്ല. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താ അപ്പോൾ ശരിയാണ് അല്ലേ. സോ സ്റ്റേറ്റ്മെൻറ്റ് 3 ശരിയാണ്. അടുത്താണ് നാലാമത്തെ. വിശ്വേശ്വരയ്യക്ക് ഭാരത് രത്ന കിട്ടിയത് 85-ലാണെന്നാണ് പറയുന്നത്. സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ടാണെന്ന് പറയുന്നത്. സോ അത് ശരിയാണ് അല്ലേ. കാരണം എന്താ, സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതേപോലെ തന്നെ 1955-ലാണ് വിശ്വേശ്വരയ്യക്ക് കിട്ടുന്നത് നമ്മൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞിരുന്നു 55-ലെ പ്രത്യേകത ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഭഗവാൻ ദാസിനും കിട്ടിയിരുന്നു, വിശ്വേശ്വരയ്യക്കും കിട്ടിയിരുന്നു, ജവഹർലാൽ നെഹ്റുവിനും കിട്ടിയിരുന്നു. സോ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ള ഈ 1, 2, 3, 4 ഇതിൽ 3ഉം 4ഉം ശരിയാണ് നമുക്ക് കിട്ടി. ഇനി അടുത്ത നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ABCD ഓപ്ഷൻസ് ഉണ്ട്. അതിലത്തെ ഏതാ ഇതിൽ ശരിയെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ഒൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ഫാൾസ്. ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 1 and 2 ഫാൾസ്, അത് ശരിയാണ് അല്ലേ. ഓപ്ഷൻ ബി, ഒൺലി സ്റ്റേറ്റ്മെൻറ്റ് 3 and 4 ആർ ഫാൾസ്. 3, 4 ഇവിടെ ശരിയാണ്. സോ ഇവിടെ തന്നിരിക്കുന്നത് രണ്ടും തെറ്റാണ്, അപ്പോൾ ഇത് തെറ്റായിരിക്കും. അടുത്ത സി, ഓൾ ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ. അത് ശരിയാണ്, അല്ല 1, 2 തെറ്റാ, അപ്പോൾ ഇത് തെറ്റാ. അടുത്താണ് ഓൾ ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഫാൾസ്. അല്ല, കാരണം എന്താ 3, 4 ട്രൂ ആണ്, അപ്പോൾ ഇതും തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ എ ആയിരിക്കും വരില്ല. സോ കറക്റ്റ് ആൻസർ ഏതാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ. അടുത്താണ് നമ്മൾ ഫാക്ട്സിൽ പറഞ്ഞതാണ്. ഇൻ ദ ഇന്ത്യൻ ഓർഡർ ഓഫ് പ്രസിഡന്റ് അറ്റ് വാർഡ് നമ്പർ ഡു ഭാരത് രത്ന റെസിപ്പിയൻസ് റാങ്ക്. അതായത് ഭാരത് രത്ന കിട്ടുന്ന വ്യക്തികളുടെ ഇന്ത്യൻ ഓർഡർ ഓഫ് പ്രസിഡൻസ് പ്രകാരം അവരുടെ റാങ്ക് എന്തായിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഓപ്ഷൻ എ 6th, ഓപ്ഷൻ ബി ഫസ്റ്റ്, ഓപ്ഷൻ സി 7th, ഓപ്ഷൻ ഡി 2nd. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 7th. 7th എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 7th എ ആണെന്ന് നോക്കാം. അടുത്താണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ റെസ്പെക്ട് ടു ദ ഭാരത് രത്ന ആൻഡ് പത്മ അവാർഡ്സ്. ഭാരത് രത്നയും അതുപോലെ തന്നെ പത്മ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഇത് 2021-ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. നമുക്ക് നോക്കാം. സിവിൽ സർവീസിന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഭാരത് രത്ന ആൻഡ് പത്മ അവാർഡ്സ് ആർ ടൈറ്റിൽ അണ്ടർ ആർട്ടിക്കിൾ 18(1) ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ, പത്മ അവാർഡ്സ് വിച്ച് വർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ 1954 വർ സസ്പെൻഡഡ് ഓൺലി വൺസ്. 3, നമ്പർ ഓഫ് പത്മ അവാർഡ് ഈസ് റെസ്ട്രിക്റ്റഡ് മാക്സിമം 5 ഇൻ എ ഇയർ. ഇതെന്ന് തന്നെ നമുക്ക് പഠിച്ചപ്പോൾ നമുക്ക് ഏതാണ്ടൊക്കെ ഇത് കോൺഫിഡൻസ് ഇല്ലേ, ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള. സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് കറക്റ്റ്. ഇതിലത്തെ ശരിയല്ലാത്ത ഏതാണെന്നാണ്. ഓപ്ഷൻ എ 1 and 2 ഉള്ളി, 2 and 3 ഉള്ളി, 1 and 3 ഉള്ളി, 1, 2, 3 മൂന്നും തെറ്റാണ് എന്നാണ് അതിൽ പറയുന്നത്. സോ നമുക്ക് ആദ്യത്തെ നോക്കുകയാണെങ്കിൽ പത്മ അവാർഡും ഭാരത് രത്ന അവാർഡും ആർ ടൈറ്റിൽസ് അണ്ടർ 18(1) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ അതിൽ പ്രത്യേകിച്ച് നമ്മൾ രണ്ടാമത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു 18(1) പ്രകാരം എല്ലാ ടൈറ്റിൽസും അബോളിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ടൈറ്റിൽസ് ആണോ? അല്ല. സോ ഓപ്ഷൻ 1 എന്തായിരിക്കും? തെറ്റാണ്. ആർട്ടിക്കിൾ 18(1) പറഞ്ഞിരിക്കുന്ന ഒരു തരത്തിലുള്ള ടൈറ്റിൽസും കൊടുക്കാൻ പാടില്ല എന്നാണ്. സോ ഇത് രണ്ടും അതിൽ പെടില്ല. അബോളിഷ് ടൈറ്റിൽ 18(1) പ്രകാരം അബോളിഷ് ടൈറ്റിൽ എന്നാണ്. സോ ഓപ്ഷൻ 1 തെറ്റാണ്. ഓക്കെ. 2, പത്മ അവാർഡ്സ് വർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1954 ആൻഡ് സസ്പെൻഡഡ് ഓൺലി വൺസ്. ഇത് ശരിയാണ്. ഏത്? പത്മ അവാർഡ് 1954-ലാണ് കൊണ്ടുവന്നത്. എന്നാൽ ഇത് ഒരു തവണയല്ല സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, 3 തവണ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 78, അതുപോലെ തന്നെ 79, അതായത് നമ്മുടെ മൊറാർജി ദേശായി ഉണ്ടായ സമയത്ത്. സോ 78, 79, അതുപോലെ തന്നെ 93 മുതൽ 97 വരെ ഇത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വൺസ് എന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും തെറ്റാണെന്ന് നോക്കാം. മൂന്നാമത്താണ്, നമ്പർ ഓഫ് ഭാരത് രത്ന അവാർഡ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു മാക്സിമം 5 ഇൻ ഇയർ. ആണോ? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു മാക്സിമം 3. സോ തേർഡ് ഓപ്ഷനും തെറ്റാണ് അല്ലേ. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി, അതായത് 1, 2 and 3 മൂന്നും തെറ്റാണ്. അടുത്താണ്, ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി അവാർഡഡ് വിത്ത് ഭാരത് രത്ന ആൻഡ് നോബൽ പ്രൈസ്. അതായത് ഭാരത് രത്നയും അതേപോലെ തന്നെ നോബൽ പ്രൈസും ഒരുമിച്ച് രണ്ടും നേടിയിട്ടുള്ള വ്യക്തി ആരാന്നാണ് ചോദ്യം.
ഓപ്ഷൻ എ സത്യജിത് റേ, ഓപ്ഷൻ ബി സി വി രാമൻ, ഓപ്ഷൻ സി നെൽസൺ മണ്ടേല, ഓപ്ഷൻ ഡി മദർ തെരേസ. സോ കറക്റ്റ് ആൻസർ ആരാന്ന് ചോദിച്ചാൽ സി വി രാമനാണെന്ന് നോക്കുക. ഇതിൽ ഫസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ചോദ്യത്തിൽ കണ്ട ഫസ്റ്റ് ഇന്ത്യൻ എന്നാണ്. കാരണം ഇതിൽ വേറെ ആൾക്കാർ നേടിയിട്ടുണ്ട് ഈ ഭാരത് രത്നയും അതുപോലെ തന്നെ നോബൽ പ്രൈസും. നമ്മുടെ അമർത്യ സെൻ ഭാരത് രത്ന അവാർഡ് അതേപോലെ തന്നെ നോബൽ പ്രൈസും നേടിയിട്ടുണ്ട് 98. അത് എക്കണോമിക്സിനാണെന്നും കൂടി നോക്കുക. സോ ഇതിൽ ഫസ്റ്റ് ഇന്ത്യൻ ആരാന്ന് ചോദിച്ചാൽ സി വി രാമനാണെന്ന് നോക്കാം. അപ്പോൾ എന്നാണ് ഈ ഭാരത് രത്ന നേടിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം സി വി രാമൻ ഭാരത് രത്ന നേടിയത് എന്നാന്ന് ചോദിച്ചാൽ 1954 നോക്കുക. അതേപോലെ തന്നെ നോബൽ പ്രൈസ് എന്നാണ് നേടിയെന്ന് ചോദിച്ചാൽ 1930 കൂടി നോക്കുക. ഓക്കെ, 1930 നോബൽ പ്രൈസ് കിട്ടിയത്. ഭാരത് രത്ന നേടിയത് എന്നാന്ന് ചോദിച്ചാൽ 1954 കൂടി നോക്കുക. അതേപോലെ തന്നെ മദർ തെരേസയ്ക്ക് ഭാരത് രത്ന എന്നാ ലഭിച്ചതെന്ന് ചോദിച്ചാൽ 1980 നോക്കുക. നെൽസൺ മണ്ടേലയ്ക്കാണെങ്കിലോ 1990 ആണ് നോക്കുക. സത്യജിത് റേക്ക് 1992 കൂടി നോക്കുക. അടുത്താണ് ഹു വാസ് ദ ഫസ്റ്റ് നോൺ ഇന്ത്യൻ ടു ബി അവാർഡഡ് വിത്ത് ഭാരത് രത്ന. ഭാരത് രത്ന നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനല്ലാത്ത വ്യക്തി ആരാന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അബ്ദുൽ ഗഫർ ഖാൻ, ഓപ്ഷൻ ബി എൽ കെ അദ്വാനി, ഓപ്ഷൻ സി നെൽസൺ മണ്ടേല, ഓപ്ഷൻ ഡി മദർ തെരേസ. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മഹാരാഷ്ട്ര പോലീസ് 2017 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കുക. സോ നമ്മുടെ ചോദ്യം എന്താ? ഫസ്റ്റ് നോൺ ഇന്ത്യൻ ആണ് ടു റിസീവ് ദ ഭാരത് രത്ന അവാർഡ്. ഇതിൽ 4 ഓപ്ഷൻ കാണുമ്പോൾ അധികം പേരും കൊണ്ട് കുത്തുക മദർ തെരേസയ്ക്കായിരിക്കും. പക്ഷെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു, ഓരോരുത്തരായിട്ടും ഓരോ കൊല്ലമായിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 1987 ആര് നമ്മുടെ ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ ഇത് നേടുന്നു എന്ന് പറഞ്ഞു. ആദ്യത്തെ വിദേശിയാണെന്നും പറഞ്ഞു. സോ നോൺ ഇന്ത്യൻ എന്നും പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ വിദേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരേ വ്യക്തി തന്നെ, അത് ഖാൻ അബ്ദുൽ ഗഫർ ഖാനാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് നെൽസൺ മണ്ടേല എന്നും കൂടി ഓർക്കുക. മദർ തെരേസ ഒരിക്കലുമല്ല. മദർ തെരേസ 1980 ഭാരത് രത്ന നേടുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ മദർ തെരേസ ഇന്ത്യയിലെ പൗരത്വമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു നാച്ചുറലൈസേഷൻ വഴി. ഓക്കെ, പൗരത്വം നേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മദർ തെരേസ അല്ല. പല ചോദ്യങ്ങളിലും കാണുന്നത് മദർ തെരേസയാണ് നേടിയിട്ടുള്ളതാണ്. മദർ തെരേസ അല്ല, ഖാൻ അബ്ദുൽ ഗഫർ ഖാനാണ് ആദ്യത്തെ നോൺ ഇന്ത്യൻ എന്നും കൂടി നോക്കുക. അടുത്താണ് ഒരു സ്റ്റേറ്റ്മെന്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഭാരത് രത്ന അവാർഡ്. ഭാരത് രത്ന അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത ഏതാണെന്നാണ്. ഭാരത് രത്ന ഈസ് ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് ഇന്ത്യ. സെക്കൻഡ്, നമ്പർ ഓഫ് ആനുവൽ അവാർഡ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു മാക്സിമം ഓഫ് 3 in a year. C. The award does not carry any monetary grant. Option D. Pandit Nehru was the first among the recipients of the first recipient of the award. ഇതിൽ ഏതാണ് ട്രൂ? ഇത് ശരിയല്ലാത്ത എന്നാണ്. അപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ പറയാം, ഇത് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. സോ ഓപ്ഷൻ എ എന്തായിരിക്കും? ശരിയായിരിക്കും അല്ലേ? ഓപ്ഷൻ ബി. ഇങ്ങനെയാണ് നമ്മൾ ഈ മീൻസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും എടുത്ത് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് ഭാരത് രത്ന ആണ് പറഞ്ഞാൽ ഓപ്ഷൻ എ കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കണം. നമ്പർ ഓഫ് ആനുവൽ അവാർഡ്സ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു മാക്സിമം 3 in a year. ശരിയല്ലേ? നമ്മൾ പറഞ്ഞു 3 ആണെന്ന് പറഞ്ഞു. അതിൽ 2 തവണ മാത്രം ഒരു മാറ്റം വന്നു. സോ എന്നാലും ഇതാണ് കറക്റ്റ്, ശരിയാണ്. ഓപ്ഷൻ സി എന്താ നോക്കാം. ദ അവാർഡ് ഡസ് നോട്ട് ക്യാരി എനി മോണിറ്ററി ഗ്രാൻഡ്. ശരിയാണോ? ശരിയാണ്. കാരണം അതിന് ക്യാഷ് വാല്യൂ മണി ആയിട്ട് നമ്മളൊന്നും കൊടുക്കുന്നില്ല. സോ ഓപ്ഷൻ സിയും ശരിയാണ്. ഇനി ഓപ്ഷൻ ഡി നോക്കണം. പണ്ഡിറ്റ് നെഹ്റു വാസ് ദ ഫസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് ദിസ് അവാർഡ്. ആണോ? അല്ല അല്ലേ? കാരണം എന്താ? പണ്ഡിറ്റ് നെഹ്റുവിനെ എന്നാ പിടിച്ചത്? 1955 അദ്ദേഹം നേടുന്നത്. ആരുടെ ഒപ്പം? ഭഗവാൻ ദാസ് അല്ലേ? ഭഗവാൻ ദാസിൻ്റെ ഒപ്പം, അതേപോലെ തന്നെ എം വിശ്വേശ്വരയ്യൻ്റെ ഒപ്പം നോക്കുക. ഇങ്ങനെ നമ്മൾ ഓർത്തിരുന്നാൽ നമുക്ക് ഇതൊക്കെ 1954 മുതൽ 2024 വരെയുള്ള നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നോക്കുക. അടുത്താണ് ഹു വാസ് ദ ഫസ്റ്റ് ഫോറിനർ ടു ഗെറ്റ് ഭാരത് രത്ന അവാർഡ്. ആദ്യത്തെ വിദേശി ആരാണെന്നാണ് ചോദ്യം. നമ്മൾ കുറച്ച് തൊട്ട് മുമ്പത്തെ ചോദ്യത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ നെൽസൺ മണ്ടേല, ഓപ്ഷൻ ബി ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ, ഓപ്ഷൻ സി കനാട്ട് ബി ഡിസൈഡഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ ആണെന്ന് നോക്കുക. സോ ആദ്യത്തെ വിദേശിയും അല്ലെങ്കിൽ ആദ്യത്തെ നോൺ ഇന്ത്യൻ എന്ന് ചോദിച്ചാൽ അബ്ദുൽ ഗഫർ ഖാൻ ആണെന്ന് നോക്കുക. രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? നെൽസൺ മണ്ടേല എന്ന് നോക്കുക. ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ 1987 നോക്കുക.
നെൽസൺ മണ്ടേല ആണെങ്കിലോ 1990-ലാണ് നോക്കുക. അടുത്താണ് കുറച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഒരു കാര്യമാണ്, അതായത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ നോൺ ഇന്ത്യൻ ആരാന്ന് ചോദിച്ചാൽ 1987 ഖാൻ അബ്ദുൽ ഗഫർ ഖാനാണ് നോക്കുക. രണ്ടാമത്തെ നെൽസൺ മണ്ടേലയാണ് നോക്കുക, 1990-ലാണ് നോക്കുക. ആദ്യത്തെ ഇൻഡസ്ട്രിയലിസ്റ്റ് അതായത് വ്യവസായി ആരെന്ന് ചോദിച്ചാൽ JRD ടാറ്റയാണ് നോക്കുക, 1992-ലാണ് നോക്കുക. മ്യൂസിഷ്യൻ ആരാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു MS സുബ്ബലക്ഷ്മി എന്ന് പറഞ്ഞു, 1998-ലാണ് നോക്കുക. ആദ്യത്തെ സിംഗർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെയിം MS സുബ്ബലക്ഷ്മിയാണ്, 1998-ലാണ് നോക്കുക. യങ്ങസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ്, 2019-ലാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 40 വയസ്സാണ് നോക്കുക. ഏറ്റവും ഓൾഡസ്റ്റ് പ്രായം കൂടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ DK കർവയാണ്, 1958-ലാണ് നോക്കുക. ആദ്യത്തെ മരണാനന്തര ബഹുമതി ആർക്കാണെന്ന് ചോദിച്ചാൽ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്, 1964-ലാണ് നോക്കുക. അതേപോലെ തന്നെ ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയാണ്, 1971-ലാണ് കൂടി നോക്കുക. അടുത്തൊരു ചോദ്യമാണ്, കാരണം ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതായത് ഇത് കണ്ട SSC CGL 2022 ചോദിച്ച ചോദ്യമാണ്. SSC CGL 2022, 2 കൊല്ലം മുമ്പ് SSC CGL 2022 ടയർ 1 ചോദിച്ച ചോദ്യമാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കുക. ഇത് കാണാതെ പോയാൽ നിങ്ങൾക്ക് നഷ്ടമാണ്. പണ്ഡിറ്റ് രവിശങ്കർ റിസീവ്ഡ് ഭാരത് രത്ന അവാർഡ് ഫോർ എക്സെപ്ഷണൽ വർക്ക് ഇൻ വിച്ച് ഡൊമൈൻ? ഏത് നമ്മൾ പണ്ഡിറ്റ് രവിശങ്കറിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ നോട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു ഏത് ഇതിനാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ബി സ്പോർട്സ്, ഓപ്ഷൻ സി സയൻസ്, ഓപ്ഷൻ ഡി മ്യൂസിക്. ഇത് തന്നെ നമുക്കറിയാം, ഓപ്ഷൻ ഡി മ്യൂസിക്കിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അത് പണ്ഡിറ്റ് രവിശങ്കർ ഏത് മേഖലയാണെന്ന് ചോദിച്ചാൽ മ്യൂസിക്കാണ്, പ്രത്യേകിച്ച് സിത്താർ ആണ് ഇദ്ദേഹത്തിൻ്റെ ഉപകരണം കൂടി നോക്കുക. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഭാരത് രത്നയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല ഫാക്ട്സ് നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. എന്നാണ് മുതലുള്ള ബേസിക് ഫാക്ട്സ് മുതലുള്ള ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും എങ്ങനെയൊക്കെ ഓർത്തിരിക്കാന്നുള്ളൂ, പ്ലസ് PYക്കും കൂടി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ വാല്യുബിൾ കമൻസും കൂടി രേഖപ്പെടുത്തണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനും. നിങ്ങൾക്ക് വേറെ വല്ല പ്രത്യേകിച്ച് ടോപ്പിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഗൈസ്.